എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറുകളിലേക്കാണ് നമ്മൾ സാധാരണയായി മെസ്സേജ് അയക്കാറ്. എന്നാൽ ഫോണിൽ സേവ് ചെയ്യാത്ത മൊബൈൽ നമ്പറുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്യാതെ തന്നെ മെസ്സേജുകൾ അയക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഇതിന് പ്രത്യേകിച്ച് മറ്റൊരു ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വാട്സപ്പിൽ തന്നെ നമുക്കിത് ചെയ്യാൻ കഴിയും. യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു എനർജിയാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബ് ഹോം പേജിൽ ലഭിക്കുന്നതാണ്. വാട്സപ്പിലെ സെറ്റിംഗ്സുകളെ സംബന്ധിച്ചും അതേപോലെ ട്രിക്സുകളെ സംബന്ധിച്ചും ഒക്കെയുള്ള കുറേ വീഡിയോകൾ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പൊ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി അതിന്റെ ഹോം പേജിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഒരു നമ്പറിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എൻ്റെ വൈഫിൻ്റെ നമ്പറാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി എൻ്റെ ഫോണിൽ സേവ് ചെയ്യാത്ത ഒരു നമ്പറിലേക്ക് ഞാൻ മെസ്സേജ് എങ്ങനെയാണ് അയക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ ആ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ടൈപ്പ് ചെയ്ത ശേഷം ആ സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് അതൊന്ന് സെൻഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആർക്കാണോ നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് അവരുടെ നമ്പർ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് ഒന്ന് സെൻഡ് ചെയ്യുക. ഞാൻ ആ നമ്പർ ഇവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി സെൻഡ് ചെയ്യപ്പെട്ട ആ നമ്പർ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പൊ ഇതുപോലൊരു ബോക്സ് ഓപ്പൺ ആകും. അതിൽ ഏറ്റവും മുകളിൽ തന്നെ ഒരു ഓപ്ഷൻ കാണാം, ചാറ്റ് വിത്ത് എന്ന് കാണാം. അതിൽ ആ നമ്പറും കാണാം. അപ്പൊ ആ ചാറ്റ് വിത്ത് എന്നതിലാണ് നമ്മൾ ഇനി പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ അവരുടെ വാട്സപ്പ് നമ്പർ ഇതുപോലെ ഓപ്പൺ ആവും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന നമ്പർ വാട്സപ്പ് നമ്പർ ആയിരിക്കണം, എങ്കിലേ ഇങ്ങനെ ഓപ്പൺ ആവുകയുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ഇതിലേക്ക് സാധാരണ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ നമുക്ക് സാധാരണ പോലെ തന്നെ ഇതിലേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള നമ്പറുകളിലേക്കും ആ നമ്പറുകൾ സേവ് ചെയ്യാതെ നമുക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയെന്ന് കാണിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുടെ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൻഡ് ചെയ്യണമെന്നില്ല. അതിന് പകരം നിങ്ങളുടെ നമ്പറിലേക്ക് തന്നെ നിങ്ങൾക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്നതിനെ കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം നമ്പറിലേക്ക് നമുക്ക് എങ്ങനെ മെസ്സേജ് സെൻഡ് ചെയ്യാം, അതേപോലെ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ട ആ നമ്പർ ഏതെങ്കിലും ഗ്രൂപ്പിലാണ് ഉള്ളതെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ ഞാനിതാ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി മുകളിൽ കാണുന്ന ഗ്രൂപ്പിന്റെ നെയിമിൽ പ്രസ് ചെയ്ത് കൊടുത്ത് ഗ്രൂപ്പ് ഇൻഫോ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഇനി ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ ഒരു നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഞാൻ അതിൽ ഒരു നമ്പറിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ ഒരു ബോക്സ് ഓപ്പൺ ആകും. ഇതിൽ ഏറ്റവും മുകളിൽ തന്നെ മെസ്സേജ് എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ആ വ്യക്തിയുടെ നമ്പർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി എനിക്ക് ആ വ്യക്തിക്ക് ഏതൊരു മെസ്സേജും സെൻഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ ഇതിൽ സെൻഡ് ചെയ്യുന്നില്ല, കാരണം ആ വ്യക്തി ആരാണെന്ന് തന്നെ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ വാട്സപ്പിൽ ആ നമ്പറിലേക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച വീഡിയോയുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ പ്രയോജനപ്രദങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.